യമുന ആ ടേപ്പ് റെക്കോർഡിൽ ആ പാട്ട് ഇടുവാണ്. അപ്പോൾ എല്ലാവരും മരണത്തിനെ ഓർത്ത് വിഷമിച്ചിരിക്കുവാണ്. എന്നിട്ട് നാരായൺ ഇറങ്ങുവാണ് എന്നും പറഞ്ഞ് പോവാണ്. അപ്പൊ കാവേരി നാരായണന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. നാരായൺ പുറത്തേക്ക് പോയപ്പോ ശാരദ യമുനയുടെ അടുത്ത് വന്ന് പറയാണ്, കണ്ടില്ലേ യമുന മോളെ, നിന്റെ കോളേജ് ഫീസ് അടയ്ക്കാൻ അച്ഛൻ പണം അയച്ചിരിക്കാം. നമ്മൾ ആരും ആരുടെയും മുന്നിൽ തല കുനിക്കണ്ടാന്ന് എന്നും പറഞ്ഞ് അരവിന്ദനെ ഓർത്ത് വിഷമിക്കാണ് എല്ലാരും. അപ്പൊ കാവേരി നാരായണന്റെ അടുത്ത് വന്ന് ചോദിക്കുവാണ്, അച്ഛൻ ജോലി ചെയ്ത കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? അപ്പൊ നാരായണൻ പറയാണ്, കമ്പനി മാനേജറിന് ഒക്കെ വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു നിന്റെ അച്ഛൻ. 1-2 മാസം കഴിഞ്ഞാൽ അരവിന്ദന് പ്രമോഷൻ കൊടുക്കാൻ ഇരിക്കുവായിരുന്നു കമ്പനി. അപ്പൊ കാവേരി ജയപാലൻ പറഞ്ഞ കാര്യം ആലോചിക്കുവാണ്. ജയപാലൻ അന്ന് പറഞ്ഞത് അരവിന്ദന് കുറച്ച് മാസങ്ങളായിട്ട് ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ കാവേരി നാരായണനോട് ചോദിക്കുവാണ്, അപ്പോ അച്ഛന് ശമ്പളം ഒന്നും മുടങ്ങിയിട്ടില്ലേ? അപ്പൊ നാരായണൻ പറയാണ്, 1 മാസം പോലും മുടക്കം വന്നിട്ടില്ല. ഞാൻ അത് പറയാൻ കാരണം, ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് ഗൾഫിൽ നിന്നും പണം അയക്കുന്നേ. അപ്പൊ കാവേരി വീണ്ടും ജയപാലൻ പറഞ്ഞ കാര്യം ആലോചിക്കുവാണ്. ജയപാലൻ അന്ന് പറഞ്ഞത് പൈസ തന്നിട്ടില്ല എന്നാണ്. പിന്നെ നാരായണൻ പറയാണ്, 5 ഏക്കർ തോട്ടം വാങ്ങാൻ വേണ്ടിയും അരവിന്ദൻ മാസാമാസം വലിയ തുക അയച്ചിട്ടുണ്ട്. പക്ഷേ കാവേരിയോട് അന്ന് ജയപാലൻ പറഞ്ഞത് തോട്ടത്തിനുള്ള പണം അരവിന്ദൻ തന്നിട്ടില്ല എന്നാണ്. കാവേരിയുടെ മനസ്സിൽ ജയപാലനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. പിന്നെ നാരായണൻ കാവേരിയോട് പറയാണ്, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്നും പറഞ്ഞാണ് നാരായണൻ പോകുന്നത്. നാരായണൻ കാറിൽ കയറുന്നതിന് മുൻപ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പോ അരവിന്ദൻ നാരായണനെ യാത്ര അയക്കുന്നതായിട്ടോ നാരായണന് തോന്നുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നാരായണൻ കൊണ്ടുവന്ന അരവിന്ദന്റെ പെട്ടി എല്ലാരും കൂടി തുറന്നു നോക്കുവാണ്. ആ പെട്ടിയിൽ ഫുള്ളും അരവിന്ദൻ മക്കളുടെയും ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ ഓരോ സാധനങ്ങൾ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെച്ചതായിരുന്നു. നിളയുടെ ചെറുപ്പത്തിലെ ഡ്രസ്സും യമുനയുടെ വളയും ഗംഗയുടെ മാലയും അങ്ങനെ പിന്നെ ശാരദയുടെ ഫോട്ടോയും അങ്ങനെ കുറച്ച് സാധനങ്ങള് അരവിന്ദൻ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെച്ചതായിരുന്നു ആ പെട്ടിയിൽ. ഗംഗ ആ പെട്ടിയിൽ നിന്നും അച്ഛന്റെ ഷർട്ട് എടുത്ത് അച്ഛനെ ഓർത്ത് കരയുവാണ്. അങ്ങനെ അവര് ഓരോന്ന് എടുത്ത് നോക്കുമ്പോൾ കാവേരിക്ക് ആ പെട്ടിയിൽ നിന്നും അരവിന്ദന്റെ ഒരു ഡയറി കിട്ടുന്നു. അവള് അത് എടുത്ത് വായിക്കുവാണ്. ആ ഡയറിയിലുള്ളത് അരവിന്ദൻ ചെലവാക്കിയതും കയ്യിലുള്ളതുമായ കണക്കിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു. കാവേരി ആ ഡയറിയും എടുത്ത് പുറത്തേക്ക് പോവാണ്. ഗംഗ കാവേരിയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് എന്താണ് അതെന്ന്. കാവേരി ഗംഗയ്ക്ക് ആ ഡയറിയുടെ കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, അച്ഛന്റെ കണക്കുകളാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്നിട്ട് തോട്ടത്തിന് അരവിന്ദൻ കൊടുത്ത കണക്ക് ഒക്കെ ഗംഗയ്ക്ക് കാണിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് കാവേരി പറയാണ്, ജയപാലൻ അങ്കിള് എന്തൊക്കെയോ കള്ളക്കളി നടത്തുന്നുണ്ട്, അയാളാണ് എൻ്റെ അച്ഛനെ ചതിച്ചത് എന്നും പറഞ്ഞ് കാവേരി ദേഷ്യത്തില് അയാളെ കാണാൻ പോവുകയാണ്. കാവേരി സ്കൂട്ടിയും എടുത്ത് ജയപാലന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് ജയപാലനോട് ഓരോന്ന് കുത്തി ചോദിക്കുകയാണ്, എന്താ അങ്കിളെ, കണക്കൊന്നും ശരിയാവുന്നില്ലേ? അപ്പൊ ജയപാലൻ കാവേരിയോട് ഇരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് കാവേരിയോട് പറയാൻ അർത്ഥത്തിൽ കണക്ക് കൂട്ടലൊക്കെ ചെറുതായിട്ട് പാളിയ പോലെ. അപ്പൊ കാവേരി ചോദിക്കുകയാണ്, അത് എങ്ങനെ പോയി, എവിടെ പോയി? മൊത്തത്തിൽ കണക്ക് കൂട്ടലൊന്ന് ചെറുതായിട്ട് പാളിയ പോലെ, അത് എങ്ങോട്ട് പോയി, എങ്ങനെ പോയി എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണ്. അപ്പൊ കാവേരി ചോദിക്കുവാണ്, അതിന് ഇത്ര തല പുകഞ്ഞ് ചിന്തിക്കാനുണ്ടോ? സ്വന്തം കാശ് അല്ലല്ലോ. ജയപാലനെ ഒന്ന് കൊള്ളിച്ചോണ്ട് പറയാണ്. അപ്പൊ ജയപാലൻ ഒന്ന് കാവേരിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ടെൻഷനോടെ ചോദിക്കുവാണ്, നീ എന്താ അങ്ങനെ പറഞ്ഞേ? 1 രൂപ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ അധ്വാനം കൊണ്ടാണ്. അപ്പൊ കാവേരി ചോദിക്കാണ്, നിങ്ങൾ ഈ പറയുന്നത് പച്ച കള്ളമാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പൊ ജയപാലൻ പറയാണ്, എനിക്ക് ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ കാവേരി പറയാണ്, നിങ്ങൾ എന്റെ അച്ഛനോട് കള്ളം പറഞ്ഞില്ലേ? നിങ്ങൾ ആരാണ് എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. നിങ്ങളാണ് എന്റെ അച്ഛനെ പറ്റിച്ചത് എന്നതിനുള്ള എല്ലാ തെളിവും എനിക്ക് കിട്ടി.
അപ്പൊ ജയബാലൻ ഒന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട്. അവള് എല്ലാം കണ്ടുപിടിച്ചല്ലോ എന്ന ഭാവത്തില് കാവേരി ഒന്ന് നോക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.